അവയവദാനത്തിലൂടെ 5 പേർക്ക് പുതുജീവിതം നൽകിയ കുഞ്ഞു മാലാഖ ആലൻ ഷെറിൻ എബ്രഹാമിന് കേരളത്തിന്റെ യാത്രാമൊഴി. നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളി സെമിത്തേരിയിൽ കുഞ്ഞിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പള്ളിയിലെത്തി കുഞ്ഞിന് അന്തിമോപചാരം അർപ്പിച്ചു. മല്ലപ്പള്ളിയിലെ വീട്ടിലും പള്ളിയിലുമായി ആയിരങ്ങളാണ് കുഞ്ഞു മാലാഖയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുഞ്ഞു ജീവിതത്തിലൂടെ വലിയ സന്ദേശം നൽകിയ ആലൻ ഷെറിൻ എബ്രഹാം എന്ന ആ മാലാഖ കുഞ്ഞിന് നാട് കണ്ണീർ യാത്രാമൊഴി നൽകിയിരിക്കുകയാണ്. നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിൽ ഭൗതികദേഹം സംസ്കരിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പള്ളിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രധാനമന്ത്രി നിയോഗിച്ച പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മാലാഖ കുഞ്ഞിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അന്തിമോപചാര സന്ദേശത്തിൽ കുടുംബത്തെ അറിയിച്ചത്. അങ്ങനെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വീട്ടിലും ഒപ്പം സംസ്കാര ശുശ്രൂഷകൾ നടന്ന നെടുങ്ങാടപ്പള്ളിയിലെ സെന്റ് തോമസ് CSI പള്ളിയിലുമെത്തി കുഞ്ഞിന് ആദരവ് അർപ്പിച്ചു. ആ ബഹുമാനത്തോടുകൂടി, സ്നേഹത്തോടുകൂടി നാടിൻ്റെ ആദരവ് ഒന്നടങ്കം ഏറ്റുവാങ്ങിയാണ് ആ മാലാഖ കുഞ്ഞ് നാടിനോട് യാത്ര പറഞ്ഞത്. ഓർമ്മയിൽ ഒരു മാലാഖയായി ഇനി എന്നും ഉണ്ടാവുക. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ VN വാസവൻ, സജി ചെറിയാൻ, വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ആ വലിയ തീരുമാനമെടുക്കാൻ പ്രേരിതമായ ആ കുടുംബത്തെ ഒന്നടങ്കം അഭിനന്ദിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പ്രതിനിധികളെല്ലാം അന്തിമോപചാരം അർപ്പിച്ച് സംസാരിച്ചത്. ഏറ്റവും ദുഃഖാർദ്രമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും 5 ജീവിതങ്ങൾക്ക് പുതുജീവനേകാൻ തയ്യാറായ തങ്ങളുടെ കുഞ്ഞിലൂടെ 5 ജീവിതങ്ങൾ പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ ഉളവാക്കുന്ന ഒരു കാരണക്കാരായി മാറിയ ആ തീരുമാനമെടുത്ത ആ കുടുംബത്തെ ആലിൻ്റെ മാതാപിതാക്കളെ അരുണിനെയും ഷെറിനെയും മുത്തശ്ശൻ റജിയെയും എല്ലാം അഭിനന്ദിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ എല്ലാവരും ചേർന്നുകൊണ്ട്. അങ്ങനെ വികാര നിർഭരമായി കുഞ്ഞ് ഈ ലോകത്തോട് വിട പറയുന്നു. കുഞ്ഞ് ഓർമ്മയിൽ ഇനിയെന്നും മലയാളി സമൂഹത്തിന് മുന്നിൽ, ലോക സമൂഹത്തിന് മുന്നിൽ വലിയൊരു സന്ദേശം നൽകിക്കൊണ്ട് ആലൻ ഷെറിൻ എബ്രഹാം എന്ന ആ 10 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് ഉണ്ടാകും. കുഞ്ഞിൻ്റെ ആ വൃക്കകളും കരളും ആ നേത്രപടലങ്ങളും അടക്കം 5 പേർക്കാണ് പൊതുജീവിതത്തിന് വേണ്ടി പകർന്നു നൽകിയിരിക്കുന്നത്. ഇങ്ങനെ അവയവദാന കൈമാറ്റം നടത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറുകയാണ് ആലൻ ഷെറിൻ എബ്രഹാം എന്ന ആ കുഞ്ഞ്. ചരിത്രത്തിലെ ഭാഗമാവുകയാണ്, ചരിത്ര ദൗത്യം ആയി മാറുകയാണ് ആലൻ ഷെറിൻ എബ്രഹാം എന്ന ആ കുഞ്ഞ്. അതോടൊപ്പം തന്നെ അവയവദാന പ്രക്രിയയിലുമൊക്കെ ആ കാര്യത്തിലുമൊക്കെയുള്ള മഹത്തായ വലിയൊരു സന്ദേശം കൂടിയാണ് ആലൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം മാത്രം ജീവിച്ച ആ കുഞ്ഞ് ലോകത്തിന് പകർന്ന് നൽകുന്നത്. ആ കുഞ്ഞിനോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും ഒപ്പം കണ്ണീർ യാത്രാ പ്രണാമവും ഒക്കെ അർപ്പിച്ചുകൊണ്ടാണ് നിരവധിയായിട്ടുള്ള ആളുകൾ വീട്ടിലേക്കും പള്ളിയിലേക്കുമെല്ലാം ഇന്ന് ഒഴുകിയെത്തിയത്. ആ കുഞ്ഞ് പകർന്നു നൽകിയ ആ ജീവിത സന്ദേശം ജനങ്ങളിലേക്ക്, ആളുകളിലേക്ക് എത്രത്തോളം ഹൃദയഭേദകമായാണ്, ഹൃദയത്തിൽ എത്രത്തോളം ഭംഗിയാണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പള്ളിയിലും വീട്ടിലുമെല്ലാം ഇന്ന് കണ്ട ആ ജനസഹസ്രത്തിൻ്റെ കാഴ്ചകളും. അങ്ങനെ കുഞ്ഞു ജീവിതം, ചെറിയ ജീവിതം, പക്ഷേ നൽകിയ സന്ദേശം വലുതാണ്, മഹത്താണ്. ആ വലിയ സന്ദേശം നൽകി ആ മാലാഖ കുഞ്ഞിനെ ജനസഹസ്രങ്ങൾ യാത്രയാക്കിയിരിക്കുന്നു, കണ്ണീർ പ്രണാമം അർപ്പിച്ചിരിക്കുന്നു. സുഷോഭ് കേസിനൊപ്പം മല്ലപ്പള്ളിയിൽ നിന്നും മിഥുൻ മുരളി.